പറയുന്നൊരു ശൈലിയുണ്ട്. അത് നമ്മൾക്കുള്ള വണ്ടിയല്ല, ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക് എന്നൊക്കെ ഇങ്ങനെ ആംബിയുള്ള ബാങ്കുകളൊക്കെ പറയുമ്പോൾ പണ്ടത്തെ കൃഷിക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് പറ്റിയ ബാങ്കല്ല, അവിടെയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അതൊക്കെ വലിയ വലിയ VIPs-നുള്ള ബാങ്കാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ ബാങ്കായിരുന്നു സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും ഓരോ കൃഷിക്കാരുടെയും തോളോട് തോട് ചേർത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായ ബാങ്കുകൾ സഹകരണ മേഖല ബാങ്കുകളായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ ശരാശരി ഒരു 7 മാനേജർമാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് കയറിയാണ് ലോൺ ഫയലുകൾ കൊണ്ടും തന്നെ ഏൽപ്പിക്കുക. ഞാൻ എഴുതുന്നത് തിരിച്ചു പിടിച്ചു പോകും. എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് മാനേജർമാർ പണ്ട് കാലത്ത് ഞാൻ 75 കാഞ്ഞിക്കാട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ സീനിയർ മാനേജറിൽ നിന്ന് മുഖം കിടന്നു. ആ മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു നോക്കുന്നത്? അത് വലിയ കൂട്ടിനകത്ത് ഒരാൾക്കും പ്രവേശനമില്ലാതെ അതിന്റെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? 75 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സീനിയർ കാഞ്ഞിക്കാട് സീനിയർ മാനേജറെ ഒന്ന് കാണാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റ് ആഗ്രഹിച്ചിട്ട് ആൾക്കാർ ക്യൂ ആയിരുന്നു സഹകരണ ബാങ്കിൽ കൂടി ലോൺ എടുക്കാൻ വേണ്ടി. ഇന്ന് മറ്റുള്ള നാഷണലൈസ് ബാങ്കിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഫീൽഡ് മാനേജർമാരെന്നുള്ള കേരളം അവർ കയറി ഇറങ്ങി നടക്കുക. അവർക്ക് ഫോട്ടോ കൊടുത്തിരിക്കും. സീക്രട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. ഇവരിങ്ങനെ കയറി ഇറങ്ങി പോകുന്നവർ സാധ്യത ബോധ്യപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് കടലാസുകളൊക്കെ മേടിച്ച് ബാങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഏതായാലും സംഗതി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവർ പറയുന്ന കാരണം? ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതിന്റെ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം, എത്രയാണെന്ന് അവർക്ക് അത് വന്നിട്ടാണ് അപേക്ഷ നമുക്ക് മേടിച്ചിട്ട് സ്ഥലം പോയി കണ്ടിട്ട് ചെവി വെക്കുമ്പോൾ ഈ ഫോൺ ചെവി വെക്കുമ്പോൾ ഹലോ 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 ഇപ്പം നമ്മൾ ഫോൺ എടുക്കുമ്പോൾ കേൾക്കാൻ മേലേ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മളെ തട്ടി കുറച്ച് വിശദമായിരിക്കണം. അതിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ, നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നില്ലെങ്കിൽ അവരെ കുറ്റിക്കൊണ്ട് പോകാൻ ആൾക്കാർ വേറെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് അവസാനം ലോൺ എടുക്കാൻ ആയില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നാൽ ബാങ്കുകളെല്ലാം പുറപ്പെട്ടു പോകും. സഹകരണമായിട്ടില്ല. സാധാരണ നിങ്ങൾക്ക് നമുക്ക് സേവനം കൊടുക്കാൻ കഴിയാതെ വരും. ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള മാധ്യമത്തിൽ കൂടി ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കിതിൻ്റെ സൂത്രപ്പണിയൊന്നും അറിയില്ല. ഈ ഫേസ്ബുക്ക് മറ്റേ കാര്യമൊന്നും അറിയില്ല. എനിക്കൊരു ഫോൺ എടുത്താൽ വിളിക്കാനറിയും, കേൾക്കാനറിയും. ഈ രണ്ടല്ലാതെ ഞാൻ എനിക്ക് ചുമ്മാ തോണ്ടി നോക്കുമ്പോൾ വെറുതെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ പല പഠനം നോക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ ചെറിയ പരിപാടിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ അത് സഹകരണ മേഖലയിൽ ഇപ്പൊ ഇവിടെ ഈ ബാങ്കിലാണ് കുറെ കാര്യങ്ങളായും പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഒരു ഉദ്യോഗസ്ഥന്റെ ആ ഗർവ് കാണിക്കാതെ സാധാരണക്കാരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ പറ്റിയ ഒരു നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലുള്ളത് നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ തന്നെ സെലക്ട് ചെയ്ത് നമ്മുടെ പ്രസിഡന്റ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ച് സന്തോഷമുണ്ട്. അദ്ദേഹം എല്ലാ കാലത്തും ഇപ്പോഴത്തെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ ഞങ്ങളുടെ ഈ ചെറിയ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുക. അതുപോലെ ഹോസ്റ്റലിന്റെ AR-ആണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചെറിയ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുക. അതുപോലെ നമ്മുടെ ഭാഗമാണ്, അവരെയും ഹാർദവമായി ഈ കൊച്ചു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതുകൊണ്ട് അധ്യക്ഷ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി എത്രയും ബഹുമാനായ പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ സാധനങ്ങളാണ്. നമ്മുടെ ആധുനികമായ കാലത്ത് പഴയ സമ്പ്രദായങ്ങൾക്ക് മാറി എല്ലാ രംഗത്തും IT-യുടെ കടന്നുകയറ്റം വളരെ വലുതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ബാങ്കിങ് മേഖലയും അതുമായി എല്ലാ രംഗത്തും നൂതനമായ ആശയങ്ങൾ കൊണ്ടും പുതിയ സംരംഭങ്ങൾ കൊണ്ടുമൊക്കെ ബാങ്കിങ് മേഖല മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മളതിനനുസരിച്ച് മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. നമ്മൾ കുറേ നാളുകളായി ആഗ്രഹിച്ച ഒന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ബാങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുതിയ തലമുറയെ അറിയിക്കുക എന്നുള്ളത്. പഴയ കാലത്ത് നടത്തിപ്പോകുന്ന പരസ്യങ്ങളൊന്നും വേണ്ടി ഒരു കാലത്ത് അത്ര പെട്ടെന്ന് ജനങ്ങൾ കേൾക്കാനുള്ള സാധ്യതയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ വാക്കുകൾ സൂചിപ്പിച്ചതുപോലെ
നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷവും നമ്മുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് പറയാം. അത് ആ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ നമ്മളെല്ലാവരും നിർബന്ധമായിരിക്കണം. അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ബാങ്കിന് ആവശ്യമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയാണ് നമ്മൾ പുതിയ ഒരു പരസ്യ രംഗത്തേക്ക് കടക്കാൻ നമ്മൾ തീരുമാനിച്ചത്. പല തവണകളിലായി നമ്മുടെ റീജിയണൽ ഓഫീസ് നടത്തുന്ന മീറ്റിംഗിൽ നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ബാങ്കിലെ പുതിയ പരസ്യ രംഗത്തേക്ക് മാറണമെന്ന് പല തവണകളായി നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായത്. കുറെ നാളുകളായി ആവശ്യപ്പെടുകയുണ്ടായി. നമ്മളതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചാണ് അവസാനം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നമ്മൾ കുറെ ഫ്ലക്സുകൾ അടിച്ച് നാട്ടിലെ പല സ്ഥലത്തും നമ്മൾ പ്രചരിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ ഫ്ലക്സ് നിരോധനത്തോടുകൂടി അത് നമുക്ക് തിരിച്ചെടുക്കേണ്ടി വന്നു. പല ഫ്ലക്സുകളും സർക്കാരിന്റെ പുതിയ നിയമത്തിന് വന്നപ്പോൾ മുനിസിപ്പൽ സെക്രട്ടറിക്ക് അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ വന്നപ്പോൾ നമ്മുടെ ഫ്ലക്സുകൾ എടുത്ത് മാറ്റപ്പെട്ടു. അതുപോലെ പത്രപരസ്യം പോലെ പത്രം വായിക്കുന്ന ആളുകളിൽ തന്നെ കുറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ പത്രപരസ്യം ചെയ്യുന്ന വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആകെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ലൊരു മാധ്യമം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കാർഷിക വികസന ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളെ കുറിച്ചും ലോണുകളെ കുറിച്ചും ഒക്കെ ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ, അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പുതിയ മീറ്റിംഗ് കണ്ടെത്തിയത്. നമുക്കറിയാം, നമ്മുടെ ബാങ്കിലെത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് പഴയ തലമുറയിലുള്ള ആളുകളാണ്. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായി ചെറിയൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചു. നമുക്ക് നമ്മുടെ നാട്ടിൽ ഊർജ്ജ ബാങ്കുകൾ കൊടുക്കുന്ന സൗകര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മുടെ മൂലമാനങ്ങൾ, നമ്മുടെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള പ്രശ്നങ്ങൾ, സർക്കാർ നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ള നിയമങ്ങൾ നമുക്കതൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ആ പരിമിതികൾ കാത്തു നിന്നുകൊണ്ട് തന്നെ പരമാവധി നല്ല സേവനം നൽകുക, പരമാവധി ആളുകളെ ബാങ്കിലേക്ക് എത്തിക്കുക, പുതിയ കാലഘട്ടത്തിൽ വെച്ചുള്ള പുതിയ ചുവടുകൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ പൊതുസമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പുതിയ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിത്രീകരണം നടത്തിയത് കാലഘട്ടമുള്ള എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട അമറും അദ്ദേഹത്തോടൊപ്പം ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിന്റെ ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ ചെറിയ ചെലവിലാണ് നമുക്ക് ഇപ്പോൾ ഇത് ചെയ്യുന്നതിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഈ പരസ്യം പരമാവധി നമ്മുടെ ഫേസ്ബുക്ക് പേജ് അടുത്ത ദിവസം നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ചില സാങ്കേതികത്വമുണ്ട്. കാരണം ബാങ്കിന്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യുന്നതിന് അതിൽ കുറച്ച് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നിന്റെ അടക്കം ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആകും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ കാണിക്കും. അതോടൊപ്പം നമ്മുടെ തിയേറ്ററിലേക്ക് ഉൾപ്പെടെ, സിനിമാ തിയേറ്ററിലേക്ക് ഉൾപ്പെടെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഷൂട്ടിംഗ് വളരെ ഗംഭീരമായി ഏറ്റവും നല്ല മികവുറ്റ ക്യാമറ വെച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സിനിമാ തിയേറ്ററിൽ, അതുപോലെ നമ്മുടെ ലോക്കൽ ചാനലുകളിൽ, കേരള വിഷൻ പോലുള്ള ചാനലുകളിൽ കൊടുത്താൽ നമുക്ക് ഒരിക്കൽ കൂടുതൽ മഞ്ചേശ്വരം വരെയുള്ള മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ 4 ബാങ്കുകൾ കൂടി ഒന്നിച്ചിട്ടാണ് ഇതിന്റെ ആഡ് ആദ്യം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാങ്കിന്റെ മാത്രം അങ്ങനെ ഓരോ ബാങ്ക് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ ചാനലിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളത് ഒരുപക്ഷെ ഞാനിത് പറയുന്നത് നിങ്ങൾ നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചാനലിൽ കാണുമ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ് പോലെ പക്ഷെ അതിനകത്ത് വന്നുകൂടായില്ല. അപ്പോൾ ചാനലിലേക്ക് നമ്മൾ ഒറ്റ സാധനം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കുണ്ടാവും. പരമാവധി ഇതിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് പരമാവധി ആളുകളിലേക്ക് ഈ സാധനം എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ എല്ലാവരും ഫേസ്ബുക്കുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്. പരമാവധി നിങ്ങളൊക്കെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടുകൊണ്ട് മാക്സിമം, അതുപോലെ വാട്സപ്പിലൂടെ പല ഗ്രൂപ്പുകളിൽ മെമ്പർമാരാണ് നമ്മളെല്ലാവരും. ആ ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്ത് ഇത് പരമാവധി എത്തിക്കാനുള്ള ഒരു സന്മനസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്തത് കൊണ്ടുള്ള ഫലം നമുക്കുണ്ടാകും. എന്തായാലും ഇത് കാണും ആളുകൾ. ആ രീതിയിലൊരു ഷൂട്ടിംഗ് ഒരു കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ലോജിക്കും പ്രയോഗ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അദ്ദേഹത്തെ അതിന് വേണ്ടി ക്ഷണിക്കുകയാണ്.
വികസന പ്രസിഡന്റ് വേദിയിലുള്ള കാലത്തിന്റെ പ്രചരണ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഏത് മേഖലയിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പരമ്പരാഗത ശൈലിയിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ, പ്രത്യേകിച്ച് പുതിയ തലമുറ ഈ മേഖലയെ പൂർണ്ണമായും തിരസ്കരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ മാധ്യമങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു തീരുമാനമെടുത്തതിന്റെ ഭരണസമിതി ജീവനക്കാരെയും അതുമായി അഭിനന്ദിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് വരാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മൾ വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നു. എനിക്കതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം. ആ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ വേദിയിൽ ഇരിക്കുന്നവരും ഈ സദസ്സിൽ ഇരിക്കുന്നവരും ഒരു വായ്പക്ക് പോയാൽ ചിലപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ കൃത്യമായി വായ്പ തരും. അതിനപ്പുറത്തേക്കുള്ള വലിയൊരു ജനവിഭാഗം നമ്മുടെ നാട്ടിൽ അവരുടെ കൊമേഴ്സ്യൽ ബാങ്കിലേക്കോ മേഖലാ ബാങ്കിലേക്കോ ന്യൂ ജനറേഷൻ ബാങ്കിലേക്കോ പോയാൽ അവരോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ സിവിൽ സ്കോറാണ്. നിങ്ങൾക്ക് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ വായ്പ തരാൻ കഴിയൂ എന്നുള്ള രീതിയിലേക്കാണ് അവർ തീരുമാനമെടുക്കുക. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് വായ്പ തരൂ. കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്ന ഒരു സിവിൽ സ്കോർ നോക്കിയിട്ടല്ല വായ്പ കൊടുക്കുന്നത്. കുറേയേറെ മാറ്റങ്ങൾ വരേണ്ടതാണ്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായമൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് സിവിൽ സ്കോർ നോക്കിയിട്ടല്ല. നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ, സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്കടക്കം സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉള്ള ഒരു പ്രവർത്തനമാണ് അതിന്റെ ഭരണസമിതിയായാലും ജീവനക്കാരായാലും സഹകരണ മേഖലയിലെ ഏത് സ്ഥാപനമായാലും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇതിനെ വലിയ രീതിയിലേക്ക് ഈ മേഖലയെ ആകർഷിക്കാൻ കഴിയുന്ന സമീപനം ഒരു കാലഘട്ടം വരെ ഉണ്ടായിട്ടുള്ളത്. പുതിയ തലമുറയുടെ പ്രത്യേകത നമുക്കറിയാം. പുതിയ തലമുറ എന്ന് പറയുന്നത് അത് ഈ ബാങ്കിങ് മേഖല മാത്രമല്ല, ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അവർക്ക് അവരുടേതായ രീതിയുണ്ട്. ആ രീതി എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ പോകാൻ കഴിയണമെങ്കിൽ അതിനുള്ള അവസരം എന്ന് പറയുന്നത് നമ്മുടെ സഹകരണ സ്ഥാപനത്തിൽ ഒരു വായ്പയ്ക്ക് അപേക്ഷ കൊടുത്ത് അതിന്റെ ഭരണസമിതി ചേർന്ന് അല്ലെങ്കിൽ അതിന് വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി ഒരു സമയം കുറച്ച് നീണ്ടുപോകുന്ന ഒരു അവസരം. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് പുതിയ നമ്മൾ പറയുന്ന ന്യൂ ജനറേഷൻ ബാങ്കുകൾക്കോ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾക്കോ കുറെ കൂടി സ്പീഡായി കൊടുക്കാൻ കഴിയുന്ന ഒരു സമീപനമുണ്ട്. നമ്മുടെ മേഖലയിൽ മാറി വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഉപയോഗിക്കുന്നുണ്ട്, ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ നാട്ടിനകത്ത് ഇപ്പൊ ഈ പറയുന്ന ഒരു 10-50% ആളുകൾക്ക് കേരളത്തിലെ സഹകരണ മേഖലയെ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ കഴിയാത്ത ഒരു ആത്മബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറെ കൂടി ആത്മബന്ധം ശക്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് നടത്തേണ്ടത്. അത് ചെയ്യണമെങ്കിൽ നേരത്തെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവനക്കാരടക്കം വലിയ മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം കൂടി ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രവർത്തനം കുറെ കൂടി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ജനങ്ങളെ നല്ല രീതിയിലേക്ക് മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാക്കണം. അതിന് ഈ ഉദ്യമം നിങ്ങൾക്ക് നല്ല ഒരു സാധ്യതയാണ് മുമ്പിലുള്ളതിൽ നിന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഈ ഒരു നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു പരസ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രിയപ്പെട്ട ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ കാസർഗോഡ് ലക്ഷ്മീകരിച്ച ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജീവനക്കാരെ സഹായിച്ചു പ്രാഥമിക സഹകരണ കാർഷിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇന്ന് ഇവിടെ ചെയ്യുന്നു.
സ്വാഭാവികമായും ഇതിന്റെ ആദ്യത്തെ രീതികളൊക്കെ, ബാങ്കിന്റെ ആദ്യത്തെ രീതികളൊക്കെ വൈസ് പ്രസിഡന്റ് ചെറിയ വാക്കുകൾ പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇന്നത്തെ ബാങ്കിങ് മേഖല എത്രത്തോളം അഡ്വാൻസ്ഡ് ആയി എന്നതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ചിത്രം വേണം. അതിനനുസരിച്ചുള്ള നമ്മൾ ചെയ്യാം. മിനിയാന്ന് ഒരാഴ്ച ആക്സിസ് ബാങ്കിന്റെ പുതിയ പ്രവർത്തനം ഉദ്ഘാടനം വായിച്ചിട്ടാണ് കണ്ടിട്ടുണ്ടോ? ആക്സിസ് ബാങ്കിന്റെ അതായത് നമുക്ക് രാത്രി അല്ലെങ്കിൽ പുലർച്ചെ 4 മണി ആശുപത്രി പോകണം, നമ്മളെ പൈസ ചെയ്യാം. നമ്മളെ മൊബൈലിൽ അവരുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ അവർ പറയുന്ന 2-3 കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു പൈസ ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടിയതാണ്. നോക്കാം ആളുകൾ എത്രത്തോളമാണ് അതുമായിട്ട് എടുക്കാറ്. കാരണം നമുക്ക് ആ സമയത്ത് എന്താണ് ആവശ്യം? പൈസയാണ്. ആശുപത്രി പോകാൻ പൈസയില്ല. അപ്പോൾ ആ പൈസ ഓൾറെഡി ആശുപത്രിയിൽ ഏത് കേസാണ് ഉദാഹരണം പറഞ്ഞു മാത്രമേ. അങ്ങനെയുള്ള പുതിയ പദ്ധതികളാണ് സ്വകാര്യ ബാങ്കുകൾ പുതുതായി കൊണ്ടുവരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആൾക്കാരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ആൾക്കാരെ ആ മേഖലയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ്. അതിന്റെ ഫലം അനുഭവിക്കുന്ന ആരാണ്? സാധാരണ ഈ രീതിയിലുള്ള സഹകരണ ബാങ്കുകൾ. കാരണം സഹകരണ ബാങ്കുകൾ ഡിജിറ്റലായി വളരെയധികം പിന്നോട്ടാണ്. പക്ഷെ എത്രത്തോളം നമ്മൾ ചെയ്യാൻ വേണ്ടി പറയുന്നത് അതിന് പകുതി പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലൂടെ തന്നെ നമ്മളെ കേരളത്തിൽ തന്നെ അടുത്ത് പറ്റുന്നില്ല. നമ്മൾ ആദ്യം കാണുന്നതാണ്. നമുക്ക് കാണുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? അതായത് പെട്ടെന്ന് കളയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ സൈറ്റ് ബ്ലോക്ക് ചെയ്യണം, നമുക്ക് ബ്ലോക്ക് ചെയ്യണം. അതൊക്കെ ബ്ലോക്ക് ചെയ്തത് വളരെ കുറവാണ്. പക്ഷെ നമ്മളെ മനസ്സിലേക്ക് അത് അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ അതിന്റെ കണ്ടക്ട് ചെയ്ത് പോകുന്നത്, ആശിച്ചു പോകുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് വരുമ്പോൾ അതിൽ എന്ത് നേട്ടമുണ്ട് എന്ത് ഗുണമുണ്ടെന്ന് ആരും ചിന്തിക്കില്ല. നമുക്ക് പെട്ടെന്ന് ഏതാണോ കിട്ടുന്നത് അതിലേക്ക് നമ്മൾ അതാണ് എന്ന് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം മനുഷ്യ കുറവുണ്ടെന്ന് തോന്നില്ല. അത് പിന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന രീതിയാണ്. നമ്മൾ 2 രീതിയിലാണ് വായ്പ കൊടുക്കുന്നത്. അത് സഹകരണ മേഖലയിലായാലും മറ്റു മേഖലയായാലും. ഒന്ന് ഈക്വലി ഇൻസ്റ്റാൾമെന്റ് ആണ്, മറ്റൊന്ന് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. നമ്മളെ പിന്തുടരുന്ന രീതി ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് രീതിയിലാണ് ഈ പറയുന്ന രീതി കൂട്ടി വെക്കാൻ എന്നുള്ളതാണ് അതിൽ വ്യക്തമാകുന്നത്. ആ രീതിക്കൊന്നും ആരും കൂട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒന്നൊന്നല്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് എക്സിലാണ്. അപ്പോ പിന്നെ എക്സിലൂടെ ചെയ്യാൻ വേണ്ടി ശ്രമം ഉണ്ടാവണം. സമയം വൈകിക്കൊണ്ട് കൂടുതൽ ആൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഔദ്യോഗികമായി ചെയ്യാൻ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ പ്രൈമറി ബാങ്കുകളുടെ മുൻനിരയിലുള്ള ഒരു ബാങ്കാണ് കോസ്റ്റൽ ബാങ്ക്. ഈ ബാങ്കിന്റെ കൂടുതൽ വളർച്ചയിലേക്കുള്ള പാതയിൽ നമ്മളൊരു പടി കൂടി മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ വേണ്ടി ചെയ്യുന്ന ഈ ഒരു നടപടിക്ക് എടുത്ത ഈ തീരുമാനത്തിന് ബാങ്ക് പ്രസിഡന്റിനും ഡയറക്ടർമാർക്കും നന്ദി പറയുകയാണ്. ഈ ഒരു ചുവടുവയ്പ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് നൽകാൻ സാധിക്കട്ടെ, ബാങ്കിന്റെ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സഹകരണ മേഖലയിലെ ചന്ദ്രൻ സാറും ജ്യോതി സാറും നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റിയിലെ കൂടിയാണ് ഒരു സോപ്പ് വിൽക്കുന്നതിൽ തന്നെ 25 രൂപയുടെ സോപ്പ് 15 രൂപ കൂടിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ സേവനങ്ങളും അതുപോലെ നമ്മുടെ വായ്പാ കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ലളിതമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വളരെ നമ്മുടെ ഹോസ്ദുർഗ് താലൂക്കിന്റെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രചരിപ്പിച്ചുകൊണ്ട് ബാങ്കിന്റെ പുരോഗതിക്ക് പുതിയൊരു അധ്യായമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സോഷ്യൽ മീഡിയ പരസ്യം നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കണം. എല്ലാ നമ്മുടെ കൂടെയുള്ള എല്ലാ ബന്ധുക്കളോടും അതുപോലെ മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ കൂടെ ഇതിനെ സാർ പറഞ്ഞതുപോലെ പുതിയ തലമുറ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് തന്നെ നമ്മുടെ കൈ വിരലിൽ കിട്ടത്തക്ക രീതിയിലുള്ള ലോണുകളും ഫെസിലിറ്റീസുമാണ് ആഗ്രഹിക്കുന്നത്. അവർ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് കിട്ടും എന്നതാണ് ഇപ്പോഴത്തെ തലമുറ
സംവിധാനമുള്ള ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചന്ദ്രൻ സാർ, പ്രൊഫസർ, വൈസ് പ്രസിഡന്റ് സാർ, ഈ പദ്ധതിക്ക് സുരേഷ് സാറ്, കാസർഗോഡ് ചന്ദ്രൻ സാർ, മൊത്തം ലോകദർശൻ സാർ, സാവിത്രി മേഡം, ബഹുമാനപ്പെട്ട സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങളെ, മറ്റ് ജീവനക്കാരെ, ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഈ പരസ്യം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും എല്ലാവരുടെയും സ്റ്റാറ്റസ് ആയാലും ഇൻസ്റ്റാഗ്രാമിലായാലും പരസ്യപ്പെടുത്തി നമുക്ക് നമ്മുടെ ബാങ്ക് എത്ര കണ്ട് പുരോഗതിയിൽ എത്തിക്കാൻ പറ്റുമോ അത് ചെയ്യണം എന്ന് എല്ലാവരും ആശംസിച്ചുകൊണ്ട് ശ്രീ അഡ്വക്കേറ്റ് പി. സുരേഷ് സാർ, ഈ ഇതിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കാസർഗോഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ശ്രീ ചന്ദ്രൻ സാർ, ഹോസ്റ്റൽ നാഷണൽ രജിസ്ട്രാർ ശ്രീ ലോകദർശൻ സാർ, ബഹുമാനപ്പെട്ട ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യൂസ് തെരുവോട് സാർ, ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രസിഡന്റ് സുരേഷ് സാർ, ഇന്നത്തെ മുഖ്യാതിഥിയായ കാസർഗോഡ് സഹകരണ സംഘം രജിസ്ട്രാർ ചന്ദ്രൻ സാർ, ഹോസ്റ്റൽ സഹകരണ സംഘം രജിസ്ട്രാർ ലോകദാശൻ സാർ, നമ്മുടെ റീജിയണൽ മാനേജർ സാവിത്രി മാഡം, അതുപോലെ വൈസ് പ്രസിഡന്റ് മാതൃസ്വകി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള റീജിയണൽ ഓഫീസിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ജീവനക്കാര്, ഡയറക്ടർമാര്, അതേപോലെ തന്നെ നമ്മുടെ ജീവനക്കാര്, ഇന്ന് നമ്മുടെ ബാങ്കിന്റെ ഒരു റീച്ച് നമ്മള് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ നമ്മുടെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പരസ്യചിത്രം എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നത്. ഇത് ആദ്യമായിട്ട് തന്നെ നമ്മളെ പല പ്രാവശ്യമായിട്ട് ഇപ്പോൾ റീജിയണൽ ഓഫീസിന്റെ എല്ലാ മീറ്റിങ്ങിലും പലപ്പോഴായിട്ട് റീജിയണൽ മാനേജറും തന്നെ സാവിത്രിമാരും നമ്മളെ വളരെയധികം പ്രാവശ്യം